ഫ്ലോറൻസിൽ എന്താ ഈ ഫുട്ബോളിനൊക്കെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഇതിന്റെ ഒരു കാര്യമുണ്ട്. ഇത് എവിടെ എടുത്തേക്കുന്നത് അറിയോ? ഈ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് തന്നെ 621 മില്യൺ വ്യൂസ് ഉണ്ടായ നമ്മുടെ കേരള കൊണ്ട് വാട്ടർഫോൾസ് ഒരു ഫുട്ബോളിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് എടുത്തേക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആ പറഞ്ഞു നിർത്തി എന്റെ കഥ നിങ്ങൾ മറന്നോ? കൽക്കുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മലയോര പ്രദേശം. അവിടെയാണ് ഈ കേരള കൊണ്ട് വാട്ടർഫോൾസ് ഉള്ളത് കേട്ടോ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ഞാൻ ജനിച്ച് എന്റെ സ്കൂളിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലോർ എന്ന് പറഞ്ഞ സ്കൂളായിരുന്നു കരുവാരകുണ്ടില്. അത് പറഞ്ഞപ്പോൾ 2-3 പേരെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ ഡെയ്സി മിസ്, എന്റെ ജോജി സാറ്, അതേപോലെ പീറ്റർ സാറ് മരിച്ചുപോയി. നമ്മൾക്ക് എത്ര സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് +2 എത്തി, കോളേജ് എത്തി, നമ്മുടെ മനസ്സിലൊരു ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ടീച്ചേഴ്സ് ഉണ്ടായാലേ അതെന്റെ സ്പെഷ്യലി ഡെയ്സി മിസ് ആട്ടോ. മിസ് ഇപ്പൊ ഇത് വീഡിയോ കാണുന്നുണ്ടാവും, താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ മിസ്സേ. അങ്ങനെ ഞാൻ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അങ്ങനെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ക്ലാസ്സിലെ ഭയങ്കര ബ്രൈറ്റ്, ബ്രില്യന്റ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര സ്മാർട്ടായ ഒരു ലീഡറിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര സൈലന്റ്, ഒരു ആവറേജ് പഠിക്കുന്ന കൊച്ച്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. സ്റ്റേജിൽ നമ്മുടെ ഗ്രൂപ്പ്സും അങ്ങനെ നാഷണൽ ആന്തത്തിലൊക്കെ ഒരു ഹൗസിൽ നിന്ന് 7 പേരൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പൊ ആ എണ്ണം തികയ്ക്കാനായിട്ട് ചുണ്ടനക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പ്രസംഗത്തിനും അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കഴിവില്ലായിരുന്നെങ്കിലും ഞാൻ സ്റ്റേജിൽ വേറൊരു കാര്യത്തിനും കൂടെ കയറുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? കുറച്ച് സർട്ടിഫിക്കറ്റ്സും ട്രോഫിയൊക്കെ മേടിക്കാം. എന്തിനാണെന്നറിയാമോ? ചെസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു സ്കൂളിലും കോളേജിലും. പിന്നെ കിട്ടുന്നത് സ്പോർട്സിന് കുറച്ച് പൈസ കിട്ടുമായിരുന്നു. എങ്ങനെ ഞാൻ സ്പോർട്സുകാരിയായി മാറിയെന്നറിയാമോ? എന്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ബോയ്സ്, എന്റെ കളിക്കൂട്ടുകാരൻ, എന്റെ കസിൻസ് എന്ന് പറയുന്ന 3 അലവലാദീസ്, 1, 2, 3 ഇവന്മാരായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള സ്റ്റോറി പിന്നെ പറയാം. കഥ നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം അല്ലെ. ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോട്ട ഫാബ്രിക്കിനകത്തേക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന 3 പീസ് സെറ്റ് ആട്ടോ. സ്ലിറ്റ് പാറ്റേണിലേക്കാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. 2 കളേഴ്സിലേക്കാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാവൻഡർ, നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡാണ്. ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്ന കോട്ട ഫാബ്രിക് ആണ്. നമ്മൾ ആ കാണുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറഞ്ഞ ആ ടൈപ്പ് ഓഫ് കോട്ടയല്ല കേട്ടോ. കുറച്ച് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക് തന്നെയാണ്. അതിന്റെ നമ്മൾ ലൈനിങ് കൊടുത്തേക്കുന്ന കോട്ടൺ തന്നെയാണ്. ബോട്ടം വന്നേക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിനകത്തേക്ക്. ഇതിന്റെ സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു സ്ലീവ് നമ്മളൊരു ഫുൾ സ്ലീവ് ആയിട്ട് ഓൾമോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പ് സ്ലിറ്റ് പാറ്റേണിലേക്ക് ആയതുകൊണ്ട് തന്നെ ബോട്ടത്തിനാണ് നമ്മൾ പോക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ലാവൻഡർ കണ്ടല്ലോ, ഇതിന്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ലൈറ്റ് ഒരു ബേബി പീച്ച് കളറിലേക്കാട്ടോ. ഈ 2 എണ്ണത്തിന്റെയും ഏറ്റവും സ്പെഷ്യാലിറ്റി വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് ടോണിലേക്ക് വന്നേക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതിനെക്കാട്ടിൽ ഇതിനകത്ത് ഭംഗിയായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാട്ടോ. അപ്പൊ ഈ 2 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.